فإن خلوف أفواههم حين يمسون أطيب عند الله من ريح المسكين. ശ്രദ്ധിക്ക്. فإن خلوف أفواههم, റമളാൻ മാസത്തിൽ എൻ്റെ ഉമ്മത്ത് നോമ്പെടുത്തു കഴിഞ്ഞാൽ അവരുടെ വായക്കൊരു വാസനയുണ്ടാകും. ഹീനയും സൂന, ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് സാധാരണ ഭക്ഷണവും വെള്ളവും നിരന്തരമായി ചെന്ന വയറ്റിലേക്ക് ഇതൊന്നും ചെല്ലാതിരിക്കുമ്പോൾ വായക്ക് ഒരു വാസന വരും. എന്നാൽ ആ വാസനയുണ്ടല്ലോ, അത് അത്യബു ഇൻദല്ലാഹ്, അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കീൻ. കസ്തൂരിയേക്കാൾ ഇലാഹായ റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും വലിയ സുഗന്ധമായി ഭവിക്കുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചില്ലേ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഉച്ച കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭക്ഷണവും വെള്ളവും ഒക്കെ ചെന്ന വയറ്റിലേക്ക് അത് ചെല്ലാതിരിക്കുമ്പോൾ ഒരു ദുർഗന്ധ വാസന വായക്കുണ്ടാകും. അതൊരിക്കലും ഒരു ദുർഗന്ധമായി നിങ്ങൾ കാണണ്ട. നാളെ റബ്ബിൻ്റെ അടുക്കൽ അതിൻ്റെ സുഗന്ധം കസ്തൂരിയേക്കാൾ കൂടുതലായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നോമ്പുകാര ഖബറിൽ നിന്ന് മലക്കുകൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഈ വായയുടെ വാസന കൊണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. സഹോദര, എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. സഹോദരി, കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളണം. ഖബറിൽ നിന്ന് നോമ്പുകാരങ്ങോട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ്, അവരുടെ വായയിൽ നിന്ന് വല്ലാത്ത സുഗന്ധം അടിച്ചു വീശുമല്ലോ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, യഖ്റുജു സ്വായിമൂന മിൻ ഖുബൂരിഹിം യൗമൽ ഖിയാമ യുറഫൂന ബിഅറഫി സിയാമിഹിം. എങ്ങനെ ഹദീസ്? യഖ്റുജു സ്വായിമൂന, നോമ്പുകാര് പുറപ്പെടും, മിൻ ഖുബൂരിഹിം, എവിടെന്ന്? അവരുടെ ഖബറിൽ നിന്നവർ പുറപ്പെടും. യൗമൽ ഖിയാമ, ഖിയാമനാളിൽ, യുറഫൂന ബിഅറഫി സിയാമിഹിം, അവരുടെ നോമ്പിന്റെ വാസന കൊണ്ടാണ് അറിയപ്പെടുന്നത്. നോമ്പിന്റെ വാസന കൊണ്ട് അറിയപ്പെടുകയോ, അതെ, യഖ്റുജു അത്യബു റീഹുൽ മിസ്കീൻ, നല്ല കസ്തൂരിയേക്കാൾ വലിയ സുഗന്ധം വായയിൽ നിന്ന് പുറപ്പെടും. സുബ്ഹാനല്ലാഹ്, അതോടെ ഇത് നോമ്പുകാരാണ്, ദുനിയാവിൽ നിന്ന് ദാഹിച്ചവരാണ്, ദുനിയാവിൽ നിന്ന് അള്ളാന്റെ പൊരുത്തം കാംക്ഷിച്ച് വിശപ്പ് സഹിച്ചവരാണ്. ഇത് മനസ്സിലാക്കിയിട്ട് മലക്കുകൾ എന്ത് ചെയ്യുമെന്നറിയോ? യുൻഖലു ഇലൈഹിം അൽ മവാഖിദു വല്ലബാരീഖു മഖ്തൂമത്തുൻ അഫ്വാഹിഹാ ബിൽ മിസ്കീൻ. ഒരു പ്രത്യേകമായ സൽക്കാരം ഇവർക്കൊരുക്കും. ഈ ഖബറാളികൾക്ക് പ്രത്യേകമായൊരു സൽക്കാരം ഒരുക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്, വിഭവസമൃദ്ധമായ ഭക്ഷണം അവർക്കൊരുക്കും. അവർക്ക് താല്പര്യമുള്ള പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കും. ഫയുഖാലു ലഹും, എന്നിട്ട് ഇവരോട് പറയപ്പെടുന്നതാണ്, കുലൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ. ഫഖദ് ജുഅ്തും ഹീന ശബിഅന്നാസ്, ആളുകളൊക്കെ ദുനിയാവിൽ വല്ലാതെ വയറ് നിറച്ച് ഏമ്പക്കമിട്ട് സന്തോഷിച്ച് നടന്നപ്പോ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി വിശപ്പ് സഹിച്ചവരല്ലേ നിങ്ങൾ കഴിച്ചോളൂ. വഷ്റബൂ, നിങ്ങൾ കുടിച്ചോളൂ. ഫഖദ് അതസ്തും ഹീന റവിയന്നാസ്,
ആളുകളൊക്കെ നല്ലോണം വെള്ളം കുടിച്ച് ഒരു ദാഹവുമില്ലാതെ സുഖമായി കഴിഞ്ഞ ഘട്ടത്തിൽ അള്ളാഹ്ക്കു വേണ്ടി ഒരാളും കാണില്ലെങ്കിലും എന്റെ റബ്ബ് കാണുമല്ലോ എന്ന് കരുതി അള്ളാഹ്ക്കു വേണ്ടി പാനീയം ഒഴിവാക്കിയവരല്ലേ നിങ്ങൾ, ദാഹം സഹിച്ചവരല്ലേ നിങ്ങൾ, അതുകൊണ്ട് കുടിച്ചോളൂ. വസ്തരീഹു, നിങ്ങൾ നന്നായി വിശ്രമിച്ചോളൂ. ഫഖദ് തബിഅതും ഹീനസ്തറാഹന്നാസ്, ആളുകളൊക്കെ നല്ല റാഹത്തിലും സന്തോഷത്തിലും വിശ്രമിച്ച് കഴിഞ്ഞപ്പോ നോമ്പ് നോറ്റ് ദാഹിച്ച് തൊണ്ട വരണ്ട് വിശപ്പ് സഹിച്ച് പ്രയാസപ്പെട്ട് കഴിഞ്ഞവരല്ലേ നിങ്ങൾ. അതുകൊണ്ട് കഴിച്ചോളൂ, കുടിച്ചോളൂ, സുഖിച്ചോളൂ, വിശ്രമിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ അവര് വയക്കുലൂന വയശ്റബൂന വയസ്തരീഹൂന വന്നാസു മശ്ഗൂലൂന ഫിൽ ഹിസാബ്. ആളുകളൊക്കെ ആ ഹിസാബിൽ ജോലിയാകുമ്പോ, ഹിസാബ് കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് നന്നായി കഴിച്ചും കുടിച്ചും വിശ്രമിച്ചും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഈ നോമ്പുകാർക്ക് സാധിക്കുമെന്ന് മഹാനായ മുത്തൊലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പാ നിലയിലുള്ള നോമ്പാക്കണമേ അല്ലാ. സ്വീകാര്യയോഗ്യമായ നോമ്പുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പഠിച്ചോ സഹായിക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക് അള്ളാഹു സഹായിക്കട്ടെ. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ആഖിറത്തിൽ അങ്ങേയറ്റം ഉപകാരപ്പെടുന്ന നോമ്പുകളിൽ നമ്മുടെ നോമ്പിനെ ഉൾപ്പെടുത്തട്ടെ. ഇതാണ് രണ്ടാമത്തെ ഗുണം. അവരുടെ വായയുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള ആ വാസന നാളെ റബ്ബിന്റെ കോടതിയിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമായി അനുഭവപ്പെടും. മൂന്നാമത്തെ കാര്യം ഇതാണ്, സുബ്ഹാനല്ലാഹ്, ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. പുണ്യ റമളാനങ്ങ് സമാഗതമായാൽ അള്ളാഹു അവന്റെ കോടാനകോടി മലക്കുകൾക്ക് പ്രത്യേകമായൊരു ഡ്യൂട്ടി കൊടുക്കും. എന്താണ് ആ ഡ്യൂട്ടി എന്നറിയോ? തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. എല്ലാ രാത്രിയിലും എല്ലാ പകലിലും ഈ മലക്കുകൾ നിരന്തരമായി ഈ റമളാനിൽ നോമ്പെടുത്തവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പൊറുക്കലിന്റെ ഒക്കെ ഫലമായി, ആ പൊറുക്കലിനെ തേടുന്നതിന്റെ ഫലമായി അണുമണിത്തൂക്കം തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നു പോയെങ്കിൽ അള്ളാഹു അതൊക്കെ നമുക്ക് മാപ്പാക്കി തരട്ടെ. റമളാൻ അങ്ങ് സമാഗതമാകലോടുകൂടെ പ്രത്യേകമായി ഒരു വിഭാഗം മലക്കുകളെ അള്ളാഹു ഏൽപ്പിക്കുന്ന പണി, നിങ്ങൾ ഈ റമളാൻ കഴിയുന്നത് വരെ അല്ലാഹുമ്മ അസ്തഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദ്, അല്ലാഹുമ്മ അഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദ്, അല്ലാഹുമ്മ അഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദ്, അല്ലാഹുമ്മ അഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണം. അവരിൽ നിന്ന് സ്വായിമീന വൽ ഖായിമീൻ, നോമ്പെടുക്കുന്നവർ, നിസ്കരിക്കുന്നവർ, ഇസ്തിഗ്ഫാർ തേടുന്നവർ, തസ്ബീഹ് ചൊല്ലുന്നവർ, ദാനധർമ്മങ്ങൾ നൽകുന്നവർ, അവർക്കൊക്കെയും പൊറുക്കണമേ അല്ലാ. അർച്ചോൻ കബൂലാക്കട്ടെ. മലക്കുകൾ മാത്രമല്ല സഹോദരി, മലക്കുകൾ മാത്രമല്ല സഹോദര, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പക്ഷികളും സമുദ്രത്തിലെ മത്സ്യങ്ങളും അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന പറവകൾ ഉൾപ്പെടെ എല്ലാമെല്ലാം ഈ റമളാനെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ അനുഗ്രഹമാണ് റമളാൻ, ചെറിയ അനുഗ്രഹമൊന്നുമല്ല. നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത സമയമാണെങ്കിലും ഖുർആൻ ഓതാൻ പാടില്ലാത്ത സമയമാണെങ്കിലും പരമാവധി ദിക്റുകൾ കൊണ്ട് ഈ പുണ്യപ്പെട്ട ദിനരാത്രങ്ങളെ നിങ്ങൾ ധന്യമാക്കണം.
നഷ്ടപ്പെടുത്തരുത്. കാരണം പുണ്യ റമളാന്റെ പൊന്നമ്പിളി മാനത്ത് ഉദയം ചെയ്താൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? ഇദാ ഹല്ല ഹിലാലു റമളാൻ, റമളാന്റെ ആ പൊന്നമ്പിളി മാനത്ത് ഉദയം ചെയ്താൽ സ്വാഹൽ അർശു വൽ കുർസിയു വൽ മലായിക വമാ ദൂനഹും, അർശും കുർസിയും മലക്കുകളും എല്ലാം സന്തോഷത്തോടെ വിളിച്ചു പറയും തൂബാലി ഉമ്മത്തി മുഹമ്മദ്, തൂബാലി ഉമ്മത്തി മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ സമുദായത്തിന് ആനന്ദമല്ലോ, അവർക്ക് സന്തോഷമല്ലോ, അവർക്ക് ആഹ്ലാദമല്ലോ. ഇതാ പുണ്യ റമളാന്റെ പൊന്നമ്പിളിയാണ് മാനത്ത് ഉദയം ചെയ്തത്, അവർക്കിനി സന്തോഷിക്കാമല്ലോ. ഇങ്ങനെ വിളിച്ചു പറയാനുള്ള കാരണം ബിമാ ഇൻദല്ലാഹി തആല ലഹും മിനൽ കറാമ, അത്രയും വലിയ ആദരവാണ് പുണ്യ റമളാൻ കൊണ്ട് ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹു നൽകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, മലക്കുകൾ മാത്രമല്ല, വസ്തഗ്ഫറത് ലഹും, ഈ ഉമ്മത്ത് മുഹമ്മദിൽ നിന്ന് ഈ റമളാനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. അശംസു സൂര്യൻ, വൽ ഖമറു ചന്ദ്രൻ, വൽ കവാകിബു നക്ഷത്രങ്ങളൊക്കെയും, വത്തുയൂറു ഫിൽ ഹവാ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന പറകൾ ഉൾപ്പെടെ, വസ്സമകു ഫിൽ മാ സമുദ്രത്തിലുള്ള മത്സ്യം ഉൾപ്പെടെ, അങ്ങനെ വകുല്ലു ദീ റൂഹിൻ എല്ലാം അലാ വജ്ഹിൽ അർളി ഭൂമുഖത്തുള്ള എല്ലാം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. ഫിൽ ലൈലി വന്നഹാർ രാവും പകലും. ഇല്ല ശയാതീനു അലൈഹിമുൽ ലഅനാ, ശൈത്താൻ ഒഴികെയുള്ള എല്ലാം അല്ലാഹുവിനോട് പുണ്യ റമളാനിൽ ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. ഫൈദാ അസ്ബഹു, അവർ പ്രഭാതത്തിലാകുമ്പോൾ, ലാ യുത്രഖുല്ലാഹു തആല അഹദൻ മിൻഹും ഇല്ലാ യഗ്ഫിറു ലഹ്, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ പൊറുക്കലിനെ തേടണം. അള്ളാഹുവിന് നമ്മളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മഗ്ഫിറത്ത് അല്ലാഹു നമുക്ക് തരണമെങ്കിൽ ആ മഗ്ഫിറത്ത് വേണം എന്ന് നമുക്ക് തോന്നണം, നമുക്ക് ആഗ്രഹം ഉണ്ടാവണം.